എന്റെ നേരെ ഉയരുന്ന ഒരു ശബ്ദവും പിന്നീട് ഉയരാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അച്ഛന്റെ കൂടെ അനുവാദത്തോടെയാണോ ഇവിടെ ഇതൊക്കെ നടന്നത്? ഇവിടെ എന്താ നടന്നെന്നും നടക്കുന്നതെന്നും എനിക്കറിയില്ല. ഞാൻ പറയാം പ്രതാപേട്ട. ഇവിടുന്ന് പോയ ആ പെൺകുട്ടി ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്താൽ ആ കുഞ്ഞ് ജനിക്കുന്നതോടെ വർമ്മ സാറിന് ജീവഹാനി സംഭവിക്കും. വീട് വിട്ടുപോയ ആ പെൺകുട്ടി മരിച്ചുപോയെന്ന് കരുതി അവളെ പടിയടച്ച് പിണ്ടം വെക്കണം. മനസ്സിലായില്ലേ? ഇരിക്കപ്പിണ്ടം. ഇതൊക്കെ എന്ത് അസംബന്ധങ്ങളാ ചേച്ചി? ഇത്തരം അനാചാരങ്ങളെല്ലാം 18-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇതെല്ലാം തുടച്ചു മാറ്റിയ നവോത്ഥാന നായകന്മാരുടെ സാംസ്കാരിക കേരളത്തിൽ ഇരിക്കപ്പുണ്ടോ? ഈ ഉദാത്തമായ കർമ്മം നടത്താൻ ഉപദേശിച്ച ആരാ? ഇയാളാണോ? രാജു, എന്നെക്കാളും മൂത്തവരെ സാർ. സാറ് തന്നെ കൊടുത്തേക്ക്. നിന്നെ നീ സ്റ്റേറ്റ് കണ്ടുപോരുത്. പോടാ രണ്ട് വെളിയില്. ഇവിടെ പ്രതാപന്റെ ശേഖരന്റെ ചേച്ചിയാണ്. അതുകൊണ്ട് മാത്ര ഞാൻ ഇവളോട് ക്ഷമിക്കുന്നത്. അല്ലെങ്കിലേ പണ്ട് സൂര്യമംഗലത്തിൽ വെച്ച് തന്നെ ഇവളെ ഞാൻ ശരിപ്പെടുത്തിയേനെ. ചതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തോൽവി സമ്മതിച്ച് സൂയിസൈഡ് ചെയ്യാം. എന്താ, നീ അതിന് തയ്യാറാണോ? പണ്ടേ അംബിക ഈ കാര്യത്തിൽ ഉന്നയിച്ച എതിർപ്പ് കുടുംബത്തിന്റെ പേരിലും പാരമ്പര്യത്തിലും കളങ്കം ഉണ്ടാകുന്നത് കൊണ്ടാ. ഭാര്യയെയും അതുവഴി മകളെയും സംശയിക്കുന്നതിനേക്കാൾ വലിയ കളങ്കം വേറെ എന്താ? ഇതിപ്പോഴേ പേരിന്റെയോ പ്രശസ്തിയുടെയോ പ്രശ്നമല്ല. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് നീ. നാലാൾ അറിയും നാണക്കേടാണെന്ന് ഓർക്കാതെ ഇതിനൊരു അവസാനം കണ്ടെത്തി നീ. എന്റെ മകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താതെ നീ എത്രയും വേഗം ഒരു DNA തയ്യാറാവും. അമ്മമ്മേ, അതൊന്നും വേണ്ട. ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയാം. കാരണം എന്റെ അച്ഛനോടുള്ള സ്നേഹം എന്റെ ഉള്ളിൽ കിടന്ന് വിതുമ്പുകയാ.
മന്ത്രിയായ എന്റെ അച്ഛനെ നാണം കെടുത്താൻ കെൽപ്പുള്ള ഒരു ടെസ്റ്റും എനിക്ക് വേണ്ട. അച്ഛൻ എന്നെ വെറുത്താലും ഞാൻ അച്ഛനെ വെറുക്കില്ല. നീ ഒന്ന് ഇരിക്ക. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് ഓരോരോ വേലകൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് എടുത്തു ചാടി അതങ്ങ് നടപ്പിലാക്കാൻ നോക്കും. പ്ലാൻ അടപടലം പൊട്ടും, തുരുതുര അടിയും മേടിക്കും. എന്റെ കവിളെ വീക്കൻ ചെണ്ടയായി മാറിയിരിക്ക. മോരാന്റെ ചെണ്ട. നിരന്തരം ചെകിടിന് വീക്ക് കിട്ടി കിട്ടി എന്റെ പല്ല് മൊത്തം പോയി. എന്തിനാമേ എന്നെ ഇങ്ങനെ തല്ലു വിളിക്കുന്നേ? അമ്മയ്ക്ക് നാണയില്ലേ? ഇരിക്കപ്പിണ്ട, വാനപ്പിണ്ട, വാഴപ്പിണ്ടി, തേങ്ങാ കൊല. എന്റെ ചെവി കൂടി വന്ദേ ഭാരത് ട്രെയിൻ ഓടുക. ആ രാജുവിന്റെ അടി, ആ തള്ളയുടെ അടി, ആ കിളവിയുടെ കൈപ്പത്തി ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നത്. അവരുടെ ഒരടിക്ക് ഒരു കുപ്പി വോഡ്ക അടിച്ച എഫക്റ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ വല്ല വഴിക്കും പോവുക. എനിക്കിനി തല്ലുകൊണ്ട് ചാവാൻ വയ്യ.